ഫോൺ കോളുകളേക്കാൾ ടെക്സ്റ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? വെറും ഒരു ഇഷ്ടക്കേടാണോ ഇത്? അല്ല, ഇതിനു പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും പരിചയമുണ്ടാവും. ഫോൺ ഇങ്ങനെ റിംഗ് ചെയ്യുന്നത് കാണുമ്പോഴേ ഒരു ടെൻഷൻ. അത് കട്ടാവാൻ വേണ്ടി കാത്തിരുന്ന് എന്താ വിളിച്ചത് എന്ന് തിരിച്ചൊരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സോഷ്യൽ ആൻസൈറ്റിയുടെ പ്രശ്നമൊന്നുമല്ല. നിങ്ങളൊരു അന്തർമുഖനായതുകൊണ്ടോ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് അതിന്റെ വിലയേറിയ എനർജി വെറുതെ കളയാതിരിക്കാൻ നോക്കുന്നതാണ്. അത്രയുള്ളൂ. അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ആദ്യത്തെ കാരണത്തിലേക്ക് കടക്കാം. ഇത് നമ്മുടെ ഏകാഗ്രതയെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്കുണ്ട്, കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി. പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ സങ്കീർണമായ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനുള്ള കഴിവ്. അപ്പോ ഈ കഴിവ് കൂടുതലുള്ള ആളുകളുടെ മനസ്സ് എപ്പോഴും എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കാവും. ഈ ഒരു വാചകം കേട്ടുനോക്കൂ. ഇത് വളരെ ശരിയല്ലേ? നിങ്ങളൊരു കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേഷനിലിരിക്കുമ്പോൾ, ഒരു വിഷയത്തിൽ പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോൾ, പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത് ആ ചിന്തയുടെ ഘടനയെ ഒരു ചുറ്റിക വെച്ച് അടിച്ചു തകർക്കുന്നത് പോലെയാണ്. ആ ഒരു ഫ്ലോ അങ്ങ് പോയിക്കിട്ടും. ഇവിടെയാണ് ഫോൺ കോളുകളും ടെക്സ്റ്റ് മെസ്സേജുകളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. കോളുകൾ സിങ്ക്രണസ് ആണ്, അതായത് തന്നെ നമ്മൾ റിയാക്ട് ചെയ്യണം. ഇത് നമ്മുടെ ശ്രദ്ധയെ മൊത്തത്തിൽ തകർക്കും, ഭയങ്കരമായൊരു മെന്റൽ പ്രഷർ തരും. പക്ഷേ ടെക്സ്റ്റുകളോ? അത് അസിങ്ക്രണസ് ആണ്. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് മറുപടി കൊടുത്താൽ മതി. ഇത് നമ്മുടെ ഡീപ്പ് വർക്കിനെ സംരക്ഷിക്കുകയും ചെയ്യും, തലവേദന കുറയുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാരണം, ഇത് കുറച്ചുകൂടി രസകരമാണ്. ഫോൺ കോളുകളിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതെ, എപ്പോഴും അർത്ഥവത്തായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു തലച്ചോറിന് ഈ വെറുതെയുള്ള സംസാരമല്ലേ, ഈ സ്മോൾ ടോക്ക്, അതൊരു സമ്മാനവും കിട്ടാത്ത മാരത്തോൺ ഓടുന്നത് പോലെയാണ്. എനർജി ഒരുപാട് പോകും, പക്ഷെ ഒരു കാര്യവുമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഈ സ്മോൾ ടോക്ക് നമ്മളെ ഇത്രയധികം ക്ഷീണിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ തലച്ചോറിന് എപ്പോഴും പുതിയ എന്തെങ്കിലും പഠിക്കാനും അറിയാനുമാണിഷ്ടം. ഈ കാലാവസ്ഥയെക്കുറിച്ചോ സുഖമാണോ എന്നോ വെറുതെ സംസാരിക്കുമ്പോൾ അതിൽ പുതിയതായിട്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ തലച്ചോറിന് തോന്നും ഈ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യാണല്ലോന്ന്. അവസാനം ഒരു കാര്യവുമില്ലാതെ നമ്മൾ വല്ലാതെ ക്ഷീണിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇത് ഫോൺ കോളിന്റെ ഒരു ടെക്നിക്കൽ പ്രശ്നമാണ്. അതായത് അതിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ കോള് നമ്മളെ കണ്ണ് കെട്ടി പറക്കാൻ വിടുന്നത് പോലെയാണ്. നമ്മളെ സംഭാഷണം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളുടെ മുഖഭാവമോ ചലനങ്ങളോ കാണുന്നില്ല. ഇത് നമ്മുടെ സംഭാഷണത്തിൽ ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാക്കും. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് മിസ്സാവുന്നത്? ഒരാളുടെ മുഖഭാവം, ബോഡി ലാംഗ്വേജ്, കൈകൊണ്ടുള്ള ആംഗ്യങ്ങൾ, ഇതൊന്നും ഫോൺ കോളിൽ കിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ തലച്ചോറ് അവരുടെ ശബ്ദത്തിലെ ചെറിയ മാറ്റങ്ങൾ, സംസാരത്തിലെ ഇടവേളകൾ, നിശ്ശബ്ദത, ഇതൊക്കെ വെച്ച് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ ഭയങ്കരമായി കഷ്ടപ്പെടും. ഈ ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് നമുക്ക് വലിയ ടെൻഷനും ഉത്കണ്ഠയും ഉണ്ടാക്കും. ഇനി അവസാനത്തെ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ. ഇതിനെ സൈക്കോളജിയിൽ പറയുന്ന പേരാണ് കോഗ്നിറ്റീവ് റിഫ്ലക്ഷൻ. അതായത് ഒരു മറുപടി പറയുന്നതിന് മുൻപ് എല്ലാ വശങ്ങളും ആലോചിച്ച് ഏറ്റവും നല്ല ഉത്തരം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒരു ശീലം. ഫോൺ കോളുകൾ ഈ ശീലത്തിന് നേരെ എതിരാണ്. നോക്കൂ, സാധാരണ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഒരു ചോദ്യം കേൾക്കുന്നു, അതിനെപ്പറ്റി പല രീതിയിൽ വിശകലനം ചെയ്യുന്നു, എന്നിട്ട് ഏറ്റവും നല്ല മറുപടി പറയുന്നു, അല്ലേ? പക്ഷെ ഫോൺ കോളുകൾ നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നത്? ചോദ്യം കേട്ട ഉടനെ ആ വിശകലനം എന്ന സ്റ്റെപ്പ് മൊത്തം ഒഴിവാക്കി നേരെ മറുപടിയിലേക്ക് ചാടാനാണ്. ഇത് ഭയങ്കര പ്രഷറല്ലേ? അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ചുരുക്കി പറഞ്ഞാൽ, ഇത് നിങ്ങളുടെ തലച്ചോറിന്റെ വയറിംഗ് വ്യത്യസ്തമായതുകൊണ്ടാണ്. അപ്പോ ഇതാണ് കാര്യം. ഇതൊരു മോശം സ്വഭാവമേ അല്ല. നിങ്ങളുടെ തലച്ചോറ് അതിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? നിങ്ങളുടെ വിലപ്പെട്ട ഏകാഗ്രതയെ സംരക്ഷിക്കുന്നു, വെറുതെയുള്ള സംസാരത്തിൽ നിന്ന് ഊർജം ലാഭിക്കുന്നു, ഒരാളുടെ മുഖഭാവം പോലുള്ള മുഴുവനായ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു, പിന്നെ ആലോചിച്ച് മറുപടി പറയാനുള്ള സമയത്തെ വിലമതിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരു ഫോൺ കോള് ഒഴിവാക്കാൻ തോന്നുമ്പോൾ ഒരു കുറ്റബോധവും വേണ്ട. നിങ്ങളുടെ ഈ ആശയവിനിമയ ശൈലി ഒരു കുറവല്ല, അതൊരു സവിശേഷതയാണ്. ശരിക്കുള്ള ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഈ പ്രത്യേകതയെ അംഗീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ളൊരു ജീവിതം എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം? ഒന്ന് ആലോചിച്ചു നോക്കൂ.